കേരളത്തിലെ തെരുവുകൾ, ക്യാമ്പസുകൾ ഒക്കെ തന്നെ ഇനി യുദ്ധക്കളങ്ങളായി മാറും. SFI കുട്ടി സഖാക്കൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. നാട് നീളെ പോലീസിനെ പുതിയ സർക്കാർ അധികാരമേറ്റെടുത്തില്ല. അതിനു മുൻപേ വെല്ലുവിളിയാണ്, കൊലവിളിയാണ്, വീട്ടിൽ കയറി തീർക്കും എന്നൊക്കെയാണ് SFI കുട്ടി നേതാക്കൾ, മീശ പോലും മുളയ്ക്കാത്ത കുട്ടി നേതാക്കൾ പറയുന്നത്. അതുപോലെ 50 വയസ്സും 45 വയസ്സുമുള്ള മുതിർന്ന വിദ്യാർത്ഥികളുണ്ട്. അവരെ വിദ്യാർത്ഥികൾ എന്ന് പറയാമോ എന്ന് നമുക്കറിയില്ല. പ്രധാനപ്പെട്ട പല നേതാക്കൾ അടക്കം, DYFIക്കാരടക്കം. ഇപ്പോൾ പാലക്കാട് ഒരു സംഭവം ഉണ്ടായി. അതോടനുബന്ധിച്ചാണ് ഈ കൊലവിളികളുടെ ഒരു ശൃംഖല തന്നെ ഇവിടെ രൂപപ്പെടുന്നത്. കഴിഞ്ഞ ദിവസവും കൊലവിളി പ്രസംഗം കേട്ടു. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കേസെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കേസെടുക്കുമ്പോഴും ഇവർക്കെതിരെ, പോലീസിനെതിരെ ഒക്കെ തന്നെ സത്യം പറഞ്ഞാൽ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടന. പഠിക്കുക, പോരാടുക. ഇവർക്ക് പഠിത്തമില്ല, പോരാട്ടമേ ഉള്ളൂ. എന്തിനാണ് പോരാടുന്നത്? നീതിക്ക് വേണ്ടിയാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായത്തിന് വേണ്ടിയാണോ? CPM ഭരണത്തിൽ ഇരുന്ന സമയത്ത് ഗവർണർക്കെതിരെയായിരുന്നു സർവകലാശാലകളെ മോചിപ്പിക്കുക തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അർഷോ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ബഹളം കൂട്ടിക്കൊണ്ടിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇനിയിപ്പോൾ എല്ലാം കലുഷിതമാകും. സർക്കാർ ബസ്സുകൾ ഇവർ ആക്രമിക്കും, പോലീസ് ജീപ്പുകൾ കത്തിക്കും, ക്യാമ്പസുകളെ കൊലക്കളങ്ങളാക്കി, ചോരക്കളങ്ങളാക്കി മാറ്റും. സമാധാനത്തോടെ, പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി കോളേജിലും അതുപോലെ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ തന്നെ SFI എല്ലാത്തിനും സമരം പ്രഖ്യാപിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഏത് മന്ത്രിസഭ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും, ഏത് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ആരായാലും എന്തൊക്കെയായാലും ശരി, SFIയുടെ സമരം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് രസകരമായ കാര്യം, അല്ലെങ്കിൽ കൗതുകകരമായ കാര്യം. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇവർ തെരുവിലിറങ്ങുകയാണ്. ഇവരെ നയിക്കാൻ കുറേ DYFI CITU ഗുണ്ടകളുമുണ്ട്. നേരത്തെ ഇവർക്ക് പോലീസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്നാലും ഇവരെ അങ്ങ് കയറൂരി വിട്ടിരിക്കുകയാണ്. സകല തോന്നിയാസങ്ങളും കാണിക്കാൻ, സകല ജനവിരുദ്ധതയും കാണിക്കാൻ, വിദ്യാർത്ഥി വിരുദ്ധതയും കാണിക്കാൻ, വിദ്യാഭ്യാസ വിരുദ്ധതയും കാണിക്കാനൊക്കെ SFIക്കാരെ പണ്ടേ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇവർ KSF ആയിരുന്ന സമയം മുതലേ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ തെരുവുകൾ യുദ്ധക്കളങ്ങളാക്കി മാറ്റാൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല. എനിക്ക് കർമ്മയുടെ ഓഫീസിൽ ഇടയ്ക്ക് പോകേണ്ടി വരും. സെക്രട്ടേറിയറ്റ് ആ ഭാഗത്തു കൂടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ എങ്ങനെ ഇവിടുന്ന് കോട്ടയത്തുനിന്ന് ട്രെയിനിൽ കയറി പുറപ്പെട്ട് ബസ് കയറി എൻ്റെ ഓഫീസിലേക്ക് പോകും എന്നതിനെക്കുറിച്ച് ഇപ്പോഴേ വ്യാകുലപ്പെട്ട് തുടങ്ങി. കാരണം സെക്രട്ടേറിയറ്റ് കടന്നു വേണം പോകാനായിട്ട്, പാളയം വഴി വേണം പോകാനായിട്ട്. എങ്ങനെ പോകും എന്നതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ തന്നെ വ്യാകുലപ്പെട്ട് തുടങ്ങി. കാരണം അവിടേക്ക് ഇവരുടെ സമരം എന്ന് പറഞ്ഞാൽ അതിതീവ്രമാണ്. കല്ലേറ്, അതുപോലെ തന്നെയുള്ള വളരെ ക്രൂരമായ ആക്രമണങ്ങൾ, പോലീസിനെതിരെ അഴിച്ചുവിടുക ഒക്കെയാണ് ഇവരുടെ ഒരു സമര രീതി. ഇതിനെ സമര രീതി എന്ന് പറയാൻ പറ്റില്ല, ആക്രമണ രീതി എന്നേ പറയാൻ പറ്റൂ. SFIക്കാരുടെ അല്ലെങ്കിൽ DYFIക്കാരുടെ CPMകാരുടെ ആക്രമണ രീതി എന്നേ പറയാൻ പറ്റൂ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ തെരുവിൽ ഗുണ്ടകൾ, SFI ഗുണ്ടകൾ വിളയാടുന്നത് കാണാം. ഇവിടെ UDF സർക്കാരിൻ്റെ പോലീസ് എങ്ങനെ ഇവരോട് പെരുമാറും എന്നതിനെക്കുറിച്ചും നമുക്ക് എന്തായാലും കാണേണ്ടതുണ്ട്. പിണറായി വിജയൻ പോലീസ് എങ്ങനെ തെരുവുകളിൽ ജനങ്ങളെ നേരിട്ടു, രക്ഷാപ്രവർത്തനം എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. എന്തൊക്കെ വന്നാലും തെരുവുകൾ ഇനി യുദ്ധക്കളങ്ങളായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. SFIക്കാർ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട്, കൊലവിളി നടത്തിക്കൊണ്ട് അവർ ഓരോ മുക്കിലും മൂലയിലും പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും.